യെസ്, അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശ്രീനിവാസന്റെ ജൂനിയർ ആയിരുന്ന ശ്രീ ആദം അയ്യൂബ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആദം, താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത് ആ കാലം മുതൽ? 1974 ഞാൻ ശ്രീനിവാസനെ ആദ്യം കാണുന്നത്. ഞാൻ അവിടെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഇദ്ദേഹം ഞങ്ങളുടെ 1 ഇയർ ജൂനിയർ ആയിരുന്നു. ഞാനും ശ്രീനിവാസന്, ഞാനും രജനീകാന്തും ഒരേ ബാച്ചിലാണ്. ഞങ്ങളുടെ 1 ഇയർ ജൂനിയർ ആയിരുന്നു ശ്രീനിവാസൻ. അപ്പോ ശ്രീനിവാസന് വളരെ പ്രായം കുറവും പൊക്കം കുറവും നിറം കുറവും ഒക്കെ ആയതുകൊണ്ട് അതുപോലെ തന്നെ ഏകദേശം രജനീകാന്തും. അപ്പൊ രണ്ടുപേർക്കും ഒരുതരം അപകർഷതാബോധം ഉണ്ടായിരുന്നു. പക്ഷെ ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ പലരും, അദ്ദേഹത്തിന്റെ സീനിയേഴ്സ് പലരും ഒക്കെ വളരെ പുച്ഛത്തോടെയൊക്കെയാണ് അദ്ദേഹത്തെ നോക്കിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതിഭ കൊണ്ട് അദ്ദേഹം ചെയ്തതെന്താണെന്ന് വെച്ചാൽ തന്നിലേക്ക് തന്നെ തന്റെ ക്യാമറ തിരിച്ചു വെച്ചു. തന്റെ ന്യൂനതകളെ, തന്റെ പോരായ്മകളെ അദ്ദേഹം അത് തന്നെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരിക്കലും തന്നിലേക്ക് തന്നെ പരിഹസിക്കുമ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടമാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കഥാപാത്രങ്ങളും സ്വയം എഴുതി അതിൽ അഭിനയിച്ച് സംവിധാനം ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം ജനഹൃദയങ്ങളിൽ ഇത്രയും സ്ഥാനം നേടിയെടുത്തത്. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തെ ആദ്യം അഭിനയിപ്പിച്ചത് മണിമുഴക്കം എന്ന സിനിമയിലാണ്. ഞാൻ അതിന്റെ സഹസംവിധായകനായിരുന്നു. അപ്പൊ PA ബക്കറിനോട് ഞാനാണ് അദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെയാണ് ശ്രീനിവാസൻ ആദ്യമായിട്ട് ക്യാമറയെ അഭിമുഖീകരിക്കുന്നത്. അതിനുശേഷം പിന്നെ സംഘഗാനം എന്ന സിനിമയിൽ രാമു കൈരട്ടിനോടൊപ്പം ശ്രീനിവാസൻ നായകനെ അഭിനയിച്ചു. പിന്നെ അസ്ഥി എന്ന സിനിമയിലും ഞാൻ വർക്ക് ചെയ്ത സിനിമയിലും ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നീട് ശ്രീനിവാസൻ വളരെ പെട്ടെന്ന് വളരെ ഉയരങ്ങളിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ തമ്മിൽ അധികം കാണാനുള്ള അവസരങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. പിന്നീട് അദ്ദേഹം ഈ അടുത്ത കാലത്ത് അദ്ദേഹം അസുഖബാധിതനായതിനു ശേഷം ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ വീട്ടിൽ പോയി കണ്ടിരുന്നു. അന്നും അദ്ദേഹം പറഞ്ഞതൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കാലഘട്ടത്തിലെ അനുഭവങ്ങളെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം അന്ന് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം ഒന്നാമത് സ്വന്തം തന്നെ പരിഹസിച്ചു. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന്റെ ആക്ഷേപഹാസ്യങ്ങൾ അദ്ദേഹത്തിന്റെ എല്ലാത്തിനുള്ളത് തന്നെ. ഇപ്പൊ പലപ്പോഴും അദ്ദേഹം കാലത്തിന് വളരെ മുമ്പേ സഞ്ചരിച്ച ഒരാളായിരുന്നു. ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക പരിസ്ഥിതികളെ കുറിച്ചൊക്കെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വളരെ അത്ഭുതത്തോടെ സത്യമാവുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സുഹൃത്താണ് നഷ്ടമായത്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അത് നല്ലൊരു പ്രതിഭാശാലിയായ ഒരു കലാകാരന്റെ നഷ്ടവും കൂടിയാണ്.